പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി സംസാരിക്കുമ്പോൾ അതിന് തുടക്കത്തിൽ നമ്മളെങ്ങനെയാണ് ഈ ഒരു മേഖലയിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ഒരു പെർസ്പെക്റ്റീവാണ് പറയുന്നത്. പേഴ്സണലായിട്ട് കഴിഞ്ഞ കുറേ കാലമായി കൺസ്ട്രക്ഷൻ മേഖലയിലും അതുപോലെ തന്നെ വയനാടുമായും ഒക്കെ ബന്ധപ്പെട്ടിട്ടുള്ള എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള എൻ്റെ ഒരു എന്നെ കൊണ്ട് കഴിയുന്ന അല്ലെങ്കിൽ എൻ്റെ ഉള്ളിലുണ്ടായിട്ടുള്ള ഒരു വേവ് ഓഫ് തോട്ടാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരുപക്ഷെ ഞാൻ തുടങ്ങുന്നത്, ഞാൻ 2011 കുറ്റിപ്പുറം MES എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ബിടെക് പൂർത്തിയാക്കിയിട്ടുള്ള ഒരാളാണ്. അതിനുശേഷം 10-11 വർഷത്തോളമായിട്ട് വിദേശത്തും നാട്ടിലൊക്കെ ആയിട്ട് വിവിധ കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റുകളുടെ ഭാഗമായി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ്. ഞങ്ങൾ ഈ ഒരു പ്രൊജക്റ്റിൻ്റെ ബ്ലൂ നൈൽ LLP വയനാട് റിസോർട്ട് പ്രൊജക്റ്റിൻ്റെ ഡിസൈൻ കൺസൾട്ടൻ്റാണ്. എന്നെ കൂടാതെ ഞങ്ങളുടെ സീനിയർ ഡിസൈൻ കൺസൾട്ടൻറ്റും അതുപോലെ തന്നെ എസ്റ്റേറ്റ് ആർക്കിടെക്റ്റിൻ്റെ ചീഫ് ആർക്കിടെക്റ്റുമായിട്ടുള്ള പ്രിയപ്പെട്ട അഖിൽ റോയ് ഉണ്ട്. ജീവന ബിൽഡേഴ്സ് കോൺട്രാക്ടേഴ്സ് ആൻഡ് ഡിസൈനേഴ്സിൻ്റെ ചീഫ് എഞ്ചിനീയറിംഗ് ഓഫീസർ ഷെഫി ഉണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ടീമും നിങ്ങളുമായി ഈ ഒരു ഘട്ടത്തിൽ നിങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. അത് ആമുഖമായി നിങ്ങളെ അറിയിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷം നിങ്ങൾക്ക് ഒരു കൗതുകമായിട്ട് അല്ലെങ്കിൽ ഒരു അതിശയോക്തി തോന്നുന്ന ഒരു കാര്യം ഞാൻ പറയാം. പാൻഡമിക്കിന്റെ മുമ്പ് ഏകദേശം 2018-19 കാലഘട്ടത്തിൽ ലോകത്ത് ഏറ്റവും വലിയ പ്രതിസന്ധിയിലൂടെ കടന്നുപോയിട്ടുള്ള ഒരു മേഖലയാണ് ടൂറിസം മേഖല. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഹോക്കാൻ കിങ്സ് പോലുള്ള വിഖ്യാതമായിട്ടുള്ള ലോകത്തെ ആഗോള തലത്തിൽ തന്നെ പ്രസിദ്ധമായിട്ടുള്ള ടൂറിസം കമ്പനികൾ ചക്രശ്വാസം വലിച്ചുകൊണ്ടിരുന്ന അവരുടെ ചരിത്രത്തിൽ ഏറ്റവും സന്നിഗ്ധമായ പ്രതിസന്ധിയെ അഭിമുഖീകരിച്ചിരുന്നു എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് അതൊരു വലിയ അതിശയോക്തിയായിട്ട് തോന്നുന്നുണ്ടാവാം. പക്ഷേ 2022 ആകുമ്പോഴേക്കും ഈ മേഖലയിൽ ഉണ്ടാകുന്നത് വലിയ പാരഡികമായിട്ടുള്ള ഷിഫ്റ്റുകളാണ്, വിപ്ലവകരമായ മാറ്റങ്ങളാണ്. പ്രത്യേകിച്ച് ഞാൻ വയനാടിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാമായിരിക്കും, 2022 അവിടുത്തെ ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിൽ ഉണ്ടാകുന്ന വളർച്ച അഭൂതപൂർവമായിട്ടുള്ള വളർച്ചയാണ്. സർവകാല റെക്കോർഡിലേക്കാണ് 2022 ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണം പോകുന്നത്. 2023 ആകുമ്പോഴേക്കും ആ റെക്കോർഡ് വീണ്ടും മറികടക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് കേരള ടൂറിസം പ്രൊമോഷൻ കൗൺസിലിന്റെ ഒരു കണക്കാണ്. പക്ഷെ കണക്കിനപ്പുറത്ത് നിങ്ങൾക്കും എനിക്കുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. 2022-ലും 2023-ലൊക്കെ നമ്മൾ വയനാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോൾ അനുഭവപ്പെട്ടിട്ടുള്ള ഭീകരമായ ട്രാഫിക്കുകൾ, അവിടെ ഉണ്ടായിട്ടുള്ള അവിടെ ബിസിനസ് ചെയ്യുന്ന ആളുകളുമായിട്ട് അവിടുത്തെ കച്ചവട സ്ഥാപനങ്ങളുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്കുണ്ടായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. വലിയ രൂപത്തിലുള്ള സെയിൽസും അതുപോലെ അഭൂതപൂർവമായിട്ടുള്ള ജനങ്ങളുടെ സമ്പർക്കവും ഒക്കെ വയനാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു റാപ്പിഡ് ഗ്രോത്ത് ആണ് പാൻഡമിക്കിന് ശേഷം വയനാട്ടിൽ ഉണ്ടായിട്ടുള്ളത്, ഈ ടൂറിസം മേഖലയിൽ ആകെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കണം ബ്ലൂ നൈൽ LLP അവരുടെ ഒരു പ്രൊജക്ട് അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റിംഗ് മേഖലയായിട്ട് ടൂറിസം തിരഞ്ഞെടുക്കുന്നത്, അതുപോലെ തന്നെ വയനാടും തിരഞ്ഞെടുക്കുന്നത്. ഒരർത്ഥത്തിൽ ഞാൻ ഈ പാൻഡമിക്കിന് ശേഷം എന്തുകൊണ്ടാണ് ഈ രൂപത്തിലുള്ള ഒരു അഭൂതപൂർവമായ ഒരു വളർച്ച ഈ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത് എന്നും കൂടെ നമ്മൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. ഇതൊരു ഒരർത്ഥത്തിൽ ഒരു പ്രോബ്ലം സൊല്യൂഷൻ ആണ്, അല്ലെങ്കിൽ ഒരു റിവഞ്ച് ടൂറിസം എന്നൊക്കെയാണ് ഈ മേഖലയിലുള്ള വിദഗ്ധരായ ആളുകൾ ഇതിനെക്കുറിച്ച് പറയുന്നത്. അതായത് പ്രോബ്ലം സൊല്യൂഷൻ എന്ന് ഞാൻ പറയാൻ കാരണം, പലതരത്തിലുള്ള ഡിപ്രഷനിലൂടെ മാനസിക സംഘർഷങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകൾ, പ്രത്യേകിച്ച് ബാംഗ്ലൂരിലൊക്കെ ജോലി ചെയ്യുന്ന IT പ്രൊഫഷണലുകളാണ് ഈ മേഖലയിൽ നമ്മുടെ ക്ലയന്റ് ആയിട്ട് കസ്റ്റമേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട, ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ഇതിന്റെ ഇൻവെസ്റ്റേഴ്സ് ആണ്, ഇതിന്റെ ഓണേഴ്സ് ആണ്. ആ നിലയ്ക്ക് നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് കൃത്യമായ ധാരണ വേണം. നിങ്ങളുടെ ടാർഗറ്റ് ഓഫ് ഓഡിയൻസ് ആരാണ്, നമ്മൾ ആരുമായിട്ടാണ് ഇത് കച്ചവടം ചെയ്യാൻ പോകുന്നത്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്രൊജക്ട് ഉണ്ടാക്കുന്നത് എന്നതിനെ കുറിച്ച് കൃത്യമായ ഒരു ധാരണ നിങ്ങൾക്ക് വേണമെന്നത് കൊണ്ടാണ് നിങ്ങളോട് ഇതിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് വയനാട് ചൂസ് ചെയ്തു? ഏറെക്കുറെ നിങ്ങൾക്ക് ആ കാര്യം മനസ്സിലായിട്ടുണ്ടാവും. പക്ഷെ വയനാടിന് പലതരത്തിലുള്ള പ്രത്യേകതകളുണ്ട്. ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുണ്ട്, ചരിത്രപരമായിട്ടുള്ള പ്രത്യേകതകളുണ്ട്, സാംസ്കാരികവും സാമൂഹികവുമായ സവിശേഷതകളുണ്ട്. അതോടൊപ്പം തന്നെ അതിന് ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള സവിശേഷതകളുണ്ട്. ഇതെല്ലാം നമുക്ക് പോസിറ്റീവായി ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നതാണ് വയനാടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റ്. ഉദാഹരണത്തിന് വയനാടിന്റെ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ജിയോഗ്രഫിക്കലായിട്ടുള്ള സിഗ്നിഫിക്കൻസ് എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വയനാടിന് ഒരു പ്രത്യേകതയുണ്ട്. വയനാട്
2 അയൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ജില്ലയാണ്. അതായത് തൊട്ടടുത്ത കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകൾക്ക് നമ്മുടെ ലൊക്കേഷനിലേക്ക്, നമ്മുടെ പ്രൊജക്ട് സൈറ്റിലേക്ക് എളുപ്പത്തിൽ ആക്സസ് ചെയ്യാൻ കഴിയുന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നമ്മുടെ പ്രധാനപ്പെട്ട ടാർഗറ്റ് ഓഫ് ഓഡിയൻസ് ആണ്, നമ്മുടെ പ്രധാനപ്പെട്ട കസ്റ്റമേഴ്സ് ആണ് കർണാടക, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിലുള്ള ക്ലയന്റുകൾ. കർണാടകയിലും തമിഴ്നാട്ടിലുള്ള ക്ലയന്റുകൾക്ക് മാത്രമല്ല, അതിനപ്പുറത്ത് തെലങ്കാന, ആന്ധ്ര പോലുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം തമിഴ്നാട്, കർണാടക വഴി വരുന്ന എല്ലാവർക്കും പെട്ടെന്ന് ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയാണ് വയനാട്. അതുപോലെ തന്നെ അതിന് ചരിത്രപരമായിട്ടുള്ള ഒരു പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ടിപ്പു സുൽത്താനുമായി ബന്ധപ്പെട്ട്, പഴശ്ശിരാജയുമായി ബന്ധപ്പെട്ട് ആ നിലയ്ക്ക് ഹിസ്റ്റോറിക്കൽ ടൂറിസ്റ്റുകളെ നമുക്ക് ആകർഷിക്കാൻ കഴിയുന്ന ഒരു പ്രദേശം കൂടിയാണ് വയനാട്. വയനാടിന് സാംസ്കാരികമായ പ്രത്യേകതകളുണ്ട്. ധാരാളം പള്ളികളുള്ള, പഴയ പള്ളികളുള്ള ഒരു പ്രദേശമാണ് വയനാട്. അതുപോലെ ക്ഷേത്രങ്ങളുള്ള ഒരു പ്രദേശമാണ്. അത് മാത്രമല്ല, വളരെ മ്യൂച്വൽ റെസ്പെക്ട് ഉള്ള, പരസ്പര ബഹുമാനമുള്ള, അതിഥികളോട് ഏറ്റവും മനോഹരമായി പെരുമാറുന്ന ഒരു ജനസഞ്ചയം എന്ന നിലക്ക് വയനാട്ടിലുള്ള ജനങ്ങളും ലോകത്ത്, കേരളത്തിൽ പ്രത്യേകിച്ചും ആളുകളുടെ ഒരു ഇഷ്ടപാത്രമായിട്ടുള്ള ഒരു ജനസമൂഹമാണ്. ആ അർത്ഥത്തിലുള്ള എല്ലാ പ്രത്യേകതകളുമുള്ള ഒരു പ്രദേശമാണ് വയനാട്. എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ആളുകൾക്ക് എളുപ്പത്തിൽ വരാൻ കഴിയുന്ന, ആളുകൾക്ക് ധൈര്യസമേതം പോകാൻ കഴിയുന്ന ഒരു പ്രദേശം. ഞാൻ പറഞ്ഞു, രാഷ്ട്രീയമായ പ്രത്യേകതകൾ കൂടി വയനാടിന് അനുകൂലമാണ്. ഇപ്പോൾ കർണാടകയിൽ ഒരു ഭരണമാറ്റം ഉണ്ടായി, ദേശീയ തലത്തിൽ ഒരു ഭരണമാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഗുണഫലം ലഭിക്കാൻ പോകുന്ന ഒരു പ്രദേശം കൂടിയായിരിക്കും വയനാട് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെയൊക്കെ മനസ്സിലൂടെ പോയിട്ടുള്ള ബോച്ച എന്ന് പറയുന്ന ബോച്ചയുടെ ഒരു പ്രൊജക്ട് നമ്മളുടെ ഇതേ പ്രൊജക്ട് സൈറ്റിന്റെ തൊട്ടടുത്താണ്. അതായത് നമ്മുടെ അതേ പഞ്ചായത്തിലാണ്, മേപ്പാടി പഞ്ചായത്തിലാണ് ബോച്ച 1000 ഏക്കർ എന്ന് പറയുന്ന പ്രൊജക്ട് ഉള്ളത്. ഒരുപക്ഷെ വയനാടിന്റെ ടൂറിസം ഭൂപടത്തിൽ വലിയ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്ന ഒരു പ്രൊജക്റ്റായിട്ട് അത് മാറുകയാണെങ്കിൽ, അത് മാറുമെന്ന് ഉറപ്പാണ്. അതിന്റെ ഗുണഫലം കൂടി നമുക്ക് ലഭിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞത് നമ്മൾ സാധാരണ ചെയ്യുന്ന പ്രൊജക്ടുകളെ സമീപിച്ച ഒരു രീതിയിലല്ല ഞങ്ങൾ ഇതിനെ അഡ്രസ് ചെയ്തിട്ടുള്ളത്, ഇതിനെ സമീപിച്ചിട്ടുള്ളത്. ഈ പ്രൊജക്ടിനെ ഞങ്ങൾ വളരെ സവിശേഷമായിട്ടാണ് സമീപിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഞാൻ നിങ്ങളോട് തീർച്ച പറയാം. സാധാരണ ഞങ്ങൾ ഈ ജീവന ബിൽഡേഴ്സ് എന്ന് പറയുന്ന സ്ഥാപനം തുടങ്ങുന്ന ഒരു സന്ദർഭത്തിൽ ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. വെറുതെ കുറെ പ്രൊജക്ടുകൾ ചെയ്യുക, കുറെ പണം സമ്പാദിക്കുക എന്നതിനപ്പുറത്ത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടുന്ന, ചരിത്രത്തിൽ ആലേഖനം ചെയ്യപ്പെടുന്ന പ്രൊജക്ടുകളുടെ ഭാഗമാകണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരിക്കുന്നു. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു പ്രൊജക്റ്റായി ഈ പ്രൊജക്ട് മാറും ഇൻഷാ അല്ലാഹ്, അത് ഉറപ്പാണ് എന്ന് ആമുഖമായി നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ നമ്മൾ ഈ വയനാട്ടിലേക്ക് വന്നു. വയനാട്ടിൽ ഏത് ലൊക്കേഷൻ തിരഞ്ഞെടുക്കണം എന്നതിനെ കുറിച്ച് ആലോചനകൾ സ്വാഭാവികമായിട്ടും ഇതിന്റെ പിന്നിലുള്ള ആളുകൾ നടത്തിയിട്ടുണ്ടാകും. അപ്പോ പലപ്പോഴും ഞാൻ കുറച്ചു കാലമായി വയനാട്ടിലുണ്ട്. കഴിഞ്ഞ 2022 മുതൽ വയനാട്ടിൽ സ്ഥിരമായി പോകുന്ന ഒരാളാണ്. ഏകദേശം എല്ലാ ആഴ്ചയും പോകുന്ന ഒരാളാണ്. അതുപോലെ അഖിലാണെങ്കിൽ വയനാട്ടിലുള്ള ധാരാളം റിസോർട്ട് പ്രൊജക്ടുകളുടെ, ഹോം സ്റ്റേ പ്രൊജക്ടുകളുടെ, എന്റർടൈനിങ് പ്രൊജക്ടുകളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള ഒരു ആർക്കിടെക്റ്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ എക്സ്പീരിയൻസ് ഒരുപക്ഷെ അത് തന്നെയായിരിക്കും നിങ്ങളുടെ ഈ ചിന്തയും ആ രൂപത്തിലേക്ക് കടന്നു പോയിട്ടുണ്ടാകും. വയനാട്ടിൽ നമ്മളൊരു ലൊക്കേഷൻ തിരഞ്ഞെടുക്കുമ്പോൾ വയനാട്ടിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളിൽ ഒന്നാണ് അവിടുത്തെ കാലാവസ്ഥ. ഈ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിലും വയനാട്ടിൽ, ഞാൻ മെന്നാന്നും വയനാട്ടിൽ പോയതാണ്, ഉച്ചക്ക് ഒരു ചെറിയ സമയം ഒഴിച്ചാൽ ബാക്കി സമയങ്ങളിലൊക്കെ നല്ല തണുപ്പ് അനുഭവപ്പെടുന്ന പ്രദേശമാണ്. അപ്പൊ ആ കാലാവസ്ഥ ഏറ്റവും കൂടുതൽ അനുഭവപ്പെടുന്ന 2 പഞ്ചായത്തുകളാണ് വയനാട്ടിലുള്ളത്. ഒന്ന് വൈത്തിരി പഞ്ചായത്താണെങ്കിൽ രണ്ടാമത്തത് മേപ്പാടി പഞ്ചായത്താണ്. അപ്പൊ വൈത്തിരി പഞ്ചായത്തിന്റെ ഒരു പ്രശ്നം, വൈത്തിരി ഏറ്റവും നല്ല സ്പോട്ടാണ്, ആ കാര്യത്തിൽ ഒരു സംശയമില്ല. ഞങ്ങളൊക്കെ വളരെ ഡ്രീമായി കാണുന്ന ഒരു സ്ഥലമാണ് വൈത്തിരി. പക്ഷെ വൈത്തിരിയിൽ അവിടുത്തെ നിയമങ്ങൾ, കെട്ടിട നിർമ്മാണ നിയമങ്ങൾ, ഭൂമി സംബന്ധമായ വിഷയങ്ങളൊക്കെ കുറെ കൂടി സ്ട്രിക്റ്റ് ആണ്. അത് മേപ്പാടി പഞ്ചായത്തിലേക്ക് വരുമ്പോൾ കുറെ കൂടി റിലാക്സ് ആകുന്നതാണ്. അത് മാത്രമല്ല, ബോച്ചയുടെ പ്രൊജക്റ്റ് ഒക്കെ വരുന്നതോടുകൂടി വയനാടിന്റെ ടൂറിസം ഭൂപടത്തിന്റെ ഒരു ന്യൂക്ലിയസ് ആയിട്ട് ആ പ്രദേശം മാറും എന്നുള്ള ഒരു വിശ്വാസത്തിന്റെ കൂടി, ആത്മവിശ്വാസത്തിന്റെ കൂടി പുറത്തായിരിക്കണം ഇതിന്റെ പിന്നിലുള്ള ആളുകൾ ആ ഒരു സ്ഥലം ചൂസ് ചെയ്തിട്ടുണ്ടാകാം. അപ്പോൾ നിങ്ങൾ ചൂസ് ചെയ്തിട്ടുള്ള ഒരു മേഖല, അതിനുവേണ്ടി തിരഞ്ഞെടുത്തിട്ടുള്ള സമയം ഏകദേശം 2022 ശേഷമാണ് ഈ മേഖലയിൽ അഭൂതപൂർവമായിട്ടുള്ള ഒരു വളർച്ച ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ സമയം, സന്ദർഭം, സാഹചര്യം, സ്ഥലം ഇതെല്ലാം വളരെ കൃത്യമായിട്ട് ആപ്റ്റായി വന്നിട്ടുണ്ട്. ബാക്കി നിങ്ങളുടെയൊക്കെ ഭാഗത്തു നിന്നുള്ള, പ്രത്യേകിച്ച് നിങ്ങളൊക്കെ നല്ല ഉദ്ദേശത്തോടു കൂടി
നല്ലൊരു ഇന്റൻഷനോടുകൂടി നല്ല നിയത്തോടുകൂടി കടന്നു വരുന്ന ആളുകൾ എന്ന നിലയിൽ ആ നിലക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാ ഫീസിബിലിറ്റി സ്റ്റഡിയും നടത്തി വന്നൊരു പ്രൊജക്റ്റ് എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ദൈവത്തിന്റെ അനുഗ്രഹം ഉണ്ടാവാതിരിക്കില്ല, ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പിന്നെ ഇനി പ്രൊജക്റ്റിന്റെ വളരെ ചെറിയ കാര്യങ്ങൾ ഒരു കാര്യം കൂടി നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഒരു 75-80 ആളുണ്ടെങ്കിൽ ഞാൻ മനസ്സിലാക്കുന്നത് 100-ലധികം ആളുകൾ ഈ ഒരു കുടുംബത്തിലുണ്ട്, ബ്ലൂ നൈൽ ഫാമിലിയിലുണ്ട്. നമ്മുടെയൊക്കെ കോണ്ടാക്ട്സിൽ നമ്മുടെ ഫോണിലുള്ള ആളുകളെങ്കിലും കാണും. ആ രൂപത്തിൽ നമ്മുടെ ഒരു സർക്കിൾ ഉപയോഗിച്ച് നമുക്കിതിനെ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടോ അല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചിട്ടോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടിട്ടോ അല്ലെങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തിട്ടോ ആ രൂപത്തിൽ നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ശ്രമം ഉണ്ടായാൽ തന്നെ വലിയ രൂപത്തിൽ ഏകദേശം ഒരു ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇതിന്റെ ഒരു വിസിബിലിറ്റി എത്തിക്കാൻ നമുക്ക് എളുപ്പത്തിൽ കഴിയും. ആ രൂപ കാര്യം തീർച്ചയാണ്. അപ്പൊ ആ നിലക്കൊല്ലമുള്ള സാധ്യതകൾ നിങ്ങൾക്കുണ്ട് അഡ്വർടൈസ്മെന്റിന്റെ കാര്യത്തിൽ, അതുപോലെ ബ്രാൻഡിങ്ങിന്റെ കാര്യത്തിൽ. ഈ ഒരു ബ്രാൻഡിനെ നിങ്ങൾക്ക് ആളുകളിലേക്ക് എളുപ്പത്തിൽ ചാനലൈസ് ചെയ്യാൻ കഴിയും. വലിയ സാധ്യതകൾ നിങ്ങൾക്കുണ്ട്. വളരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്ന, സമൂഹത്തിൽ വലിയ രൂപത്തിൽ ഇടപെടാൻ കഴിയുന്ന ആളുകളാണ് ഓരോരുത്തരും. ഓരോ മുഖവും എൻ്റെ മുമ്പിലുള്ള ആളുകൾ. നിങ്ങളൊക്കെ കഴിഞ്ഞ കാലങ്ങളിൽ വിദേശത്തും സ്വദേശത്തുമായിട്ട് നമ്മുടെ സാമൂഹിക ജീവിതത്തിലും സാംസ്കാരിക ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലുമൊക്കെ രാഷ്ട്രീയ വ്യവഹാരങ്ങളിലൊക്കെ സുദീർഘമായി ഇടപെടുന്ന ആളുകളാണ്. അപ്പൊ അത്തരം നിങ്ങളുടെ സാധ്യതകളൊക്കെ തുടക്കം മുതൽ തന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറയാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിന്റെ ഒരു തീർച്ചയായിട്ടും ഇത് ചർച്ച ചെയ്യപ്പെടും, പല രൂപത്തിൽ ചർച്ച ചെയ്യപ്പെടും. അത് പോസിറ്റീവായിട്ടും ചർച്ച ചെയ്യപ്പെടും, നെഗറ്റീവായിട്ടും ചർച്ച ചെയ്യപ്പെടും. നിങ്ങളോട് ആളുകൾ ഇതിനെ കുറിച്ച് ചോദിക്കും. അതൊരു ലീഡാണ്. ടെക്നിക്കലി ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കുറിച്ചുള്ള അന്വേഷണം എന്ന് പറയുന്ന ഒരു ലീഡാണ്. ആ അന്വേഷണങ്ങളെ നമുക്ക് നമ്മുടെ ബിസിനസ് ആക്കി മാറ്റാൻ കഴിയുമോ എന്നതിനെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. നിങ്ങളോട് ഇതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് പറയാൻ കഴിയണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു പ്രൊജക്ട് ഇതാണ്. അതൊരു പ്രീമിയം ലെവലിൽ എല്ലാ ആളുകളുടെയും ആഗ്രഹങ്ങളെ, എന്റർടൈൻമെന്റിനെ, അവരുടെ റീഫ്രഷ്മെന്റുമായി ബന്ധപ്പെട്ട അവരുടെ സ്വപ്നങ്ങളെ, അവരുടെ ഔട്ടിങ്ങുമായി ബന്ധപ്പെട്ട അവരുടെ കാഴ്ചപ്പാടുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റാണ്. കൂടുതൽ അതിന്റെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച്, പ്രൊജക്ടിന്റെ ഡിസൈനെ കുറിച്ചൊക്കെ അതിൽ സംസാരിക്കും. നമ്മൾ ഈ പ്രൊജക്റ്റിൽ ഇതിൽ 7 കോട്ടേജുകളാണുള്ളത്. അപ്പൊ അത് അടുത്ത ഡിസൈൻ വെച്ച് തന്നെ വിശദീകരിക്കും. 7 കോട്ടേജുകളാണുള്ളത്. ഈ കോട്ടേജുകളെ നമ്മൾ 3 രൂപത്തിൽ ഇതിനെ നമ്മൾ വർഗീകരിക്കുന്നുണ്ട്, 3 മേഖലയാക്കി തിരിക്കുന്നുണ്ട്. അതിൽ ഒന്നാമത്തത് അൾട്രാ പ്രീമിയം കോട്ടേജസ് ആണ്. അൾട്രാ പ്രീമിയം കോട്ടേജസിന്റെ പ്രത്യേകത, അൾട്രാ പ്രീമിയം കോട്ടേജസിൽ അവിടെ അതിന്റെ ക്ലയന്റ് എന്ന് പറയുന്നത് അൾട്രാ പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവർക്ക് സൗകര്യങ്ങൾ വേണം, അവർക്ക് എന്റർടൈൻ ചെയ്യാൻ കഴിയണം, അവർക്ക് നല്ലൊരു ഔട്ടിംഗ് വേണം, അവർക്ക് പണം പ്രശ്നമല്ല. അങ്ങനെയുണ്ടാകും. ഇൻഫിനിറ്റി പൂൾ തന്നെ ഉണ്ടാകും. ആ പൂളിന്റെ മുകളിലൂടെ ഒരു നല്ല മനോഹരമായിട്ടുള്ള ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടാകും. വളരെ നല്ല കഴിയുന്നത്. അപ്പം രണ്ടാമത്തത് പ്രീമിയം കോട്ടേജസ് ആണ്. ഈ അൾട്രാ പ്രീമിയം കോട്ടേജസിന്റെ ഫെസിലിറ്റീസ് അതിനുണ്ടാവില്ല. അതിന് വേണ്ട കസ്റ്റമേഴ്സ് പ്രീമിയം കസ്റ്റമേഴ്സ് ആണ്. പ്രീമിയം കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവര് പണം അങ്ങനെ കൂടുതലായിട്ട് നോക്കില്ല, എന്നാൽ പണമില്ലമായ രൂപത്തിൽ തന്നെ നമ്മുടെ ചെമ്പ്ര പീക്ക് കാണാം. അവർക്ക് കോമൺ ആയിട്ടുള്ള സ്വിമ്മിംഗ് പൂളുകൾ അവൈലബിൾ ആണ്, കിഡ്സ് ഏരിയ ഉണ്ട്, ഡൈനിങ് ഉണ്ട്, മറ്റു സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനൊക്കെ അപ്പുറത്ത് ഡിസൈനിൽ നമ്മുടെ രൂപകൽപ്പനയിൽ അതിനെ പരമാവധി കൊണ്ടുവരാൻ നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷം എന്ന് പറയുന്നത് ഈ ബ്ലൂ നൈലിന്റെ ക്രീം ടീം എന്ന് പറയുന്നത് അവര് ഭയങ്കരമായിട്ടുള്ള ഒരു യങ് വൈബാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മൾ പറയുന്ന പുതിയ കാലത്തിന്റെ ഈ സംഭവങ്ങളെ, കാലാനുസൃതമായ മാറ്റങ്ങൾ എളുപ്പത്തിൽ സ്വീകരിക്കാൻ സന്നദ്ധമായിട്ടുള്ള, ഒരുപക്ഷെ അവരുടെ ഒരു ജനറേഷന്റെ ഒക്കെ പരിമിതിക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒട്ടും, നമ്മൾ പുതിയ ഭാഷയിൽ പറഞ്ഞ ഒട്ടും തന്ത വൈബല്ലാത്ത വളരെ യങ് വൈബ് പ്രകടിപ്പിക്കുന്ന ആളുകളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്കത് എളുപ്പത്തിൽ ആ പുതിയ കാലത്തിന്റെ ചേതനകളെ നമുക്ക് ഇതിനായിട്ട് അത് മാറും എന്ന കാര്യം ഉറപ്പാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതിന്റെ സാങ്കേതിക കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട അഖിലിനെ, നമ്മൾ ആർക്കിടെക്ട് ജീവനയുടെ സീനിയർ ഡിസൈൻ കൺസൾട്ടന്റ് ആണ്, അതുപോലെ എസ്റ്റേറ്റ് ആർക്കിടെക്റ്റിന്റെ ചീഫ് ആർക്കിടെക്ട് ആണ്. അഖിലിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് ഡെസ്റ്റിനേഷൻ ഇഫ്താർ എന്നൊക്കെ പറഞ്ഞ പരിപാടികളുണ്ട്. ബീച്ച് ഏരിയകളിലൊക്കെ പോയിട്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള യങ്സ്റ്റേഴ്സ് അവിടെ ഒരു ടെന്റ് കെട്ടി അല്ലെങ്കിൽ അവിടെ ഒരു ആംബിയൻസ് ഉണ്ടാക്കി ഒരു വിവാഹം തന്നെ കഴിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ ഫെസിലിറ്റീസും ഇതിന്റെ ഉള്ളിൽ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഒരു പ്രൊജക്ട് ഈ രൂപത്തിൽ ഫുൾഫിൽ ചെയ്യപ്പെടുകയാണെങ്കിൽ അതൊരു, ഞാൻ പറഞ്ഞില്ല, അതൊരു സാധാരണ പ്രൊജക്റ്റ് ആയിരിക്കില്ല. കഴിയും. കൂടുതൽ എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഡൗട്ട് ഉണ്ടെങ്കിൽ
നിങ്ങൾക്ക് ആർക്കും ചോദിക്കാം. നമ്മളിവിടെ ഉള്ള സമയത്ത് അത് നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ അത് ക്ലിയർ കൂടി ഉണ്ടാവട്ടെ എന്ന് ആഗ്രഹിക്കുന്നു.